നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്താണ് തന്ത്രപരമായി അവിടുന്ന് രക്ഷപ്പെടാമെന്നും കരുതി. പക്ഷേ അതിനിടയിൽ ആ സ്ത്രീ കയറി വന്ന് എല്ലാം നശിപ്പിച്ചു. ഏത് സ്ത്രീ? മേഡത്തിന്റെ വീട്ടിലെ ആ സ്ത്രീ തന്നെ, അർച്ചന. എത്ര ദുരിതങ്ങൾ സഹിച്ച അവൾ എന്റെ കൈ കെട്ടിയെന്ന് നിനക്കറിയോ? അന്നു മുതൽ അവളെ കുളിപ്പിച്ചതും കൊഞ്ചിച്ചതും ആഹാരം കൊടുത്തതും നോക്കിയതും എല്ലാം ഞാനാ. എന്റെ സ്വന്തം മോളായിട്ടാ ഞാൻ അവളെ നോക്കിയത്. എനിക്ക് എന്റെ മോളെ തന്നേ പറ്റൂ, ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മിസ്റ്റർ സച്ചി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കൂ. ഇമോഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. ഈ സ്ത്രീ പ്രസവിച്ച കുഞ്ഞൊന്നും അല്ലല്ലോ അത്. പിന്നെ കുറച്ചു ദിവസം ആ കുഞ്ഞിനെ നോക്കിയെന്ന് വെച്ച് ഇവർക്ക് അതിന്റെ മേൽ എന്താ അധികാരം? നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും കുഞ്ഞാണോ? ആണോന്ന്? ഏതോ ഒരു ഡ്രൈവറുടെ കുഞ്ഞ് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുപോയി വളർത്താൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? പ്ലീസ്, ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നതിന് ഇവിടെ നിയമമുണ്ട്. അതനുസരിച്ച് ഇതുവരെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ സ്വീകരിച്ചില്ല? ഇവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തന്നെയാണ് ബോർഡിന്റെ തീരുമാനം. ഇപ്പൊ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടതേ ഞങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ മാത്രം കുറ്റമാണ്. എന്തായാലും പോലീസ് വരട്ടെ. ഇവിടെ കയറി ബഹളം ഉണ്ടാക്കിയതിന് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. വേണ്ട, തൽക്കാലം പ്രശ്നമൊന്നും വേണ്ട. ഞങ്ങൾ പോയിട്ട് നാളെ വരാം. അതൊന്നും സാരമില്ല. കുട്ടിയെ നിങ്ങൾക്ക് തരാൻ ബോർഡ് തീരുമാനിച്ചതല്ലേ, അതിനി ഒരു മാറ്റവും ഇല്ല. ഞങ്ങൾ നാളെ വരാം മാഡം. വിദ്യേ വാ. സോറി മാഡം, അർച്ചനയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ദേവി ഇത് പോലീസിനെ വിളിക്കരുത്. അർച്ചന ഇല്ല സച്ചേട്ടാ. കേറ്, വണ്ടി എടുക്ക. അർച്ചന വാ, വാ അർച്ചന, ഒന്ന് കാറി കയറി നമുക്ക് പോവാം. വാ അർച്ചന, പ്ലീസ് അറിയട്ടെ. മോളെ പറയുന്നേക്ക്, പറയുന്നേക്ക്. വാ അച്ചു, നമുക്ക് പോവാം. വാ അർച്ചന, വരാൻ. വാ, വണ്ടി കയറി. വാ, കേറ്, കേറ് അർച്ചന, കേറ്. അവിടെ പോലീസ് വന്നിരുന്നെങ്കിൽ നമ്മൾ ജയിലിലായി പോയനെ. നമ്മൾ അവിടുന്ന് പെട്ടെന്ന് പോരുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോന്നാ എന്റെ പേടി. ആദ്യം സ്വന്തം തടി രക്ഷിക്കാൻ നോക്കാം, പിന്നെയുള്ളു ബാക്കിയെല്ലാം. നമ്മൾ അവിടെ നിന്ന് ഇത്രയും ധൃതി വെച്ച് ഇറങ്ങി പോരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെയും കൂടി എടുത്തോണ്ട് വന്നാ മതിയായിരുന്നു. നീ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. മാഡത്തിനോട് ഇനി നമ്മൾ എന്തു പറയും? നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ആ സ്ത്രീ ഇടയ്ക്ക് കയറി വന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ എല്ലാം അവതാളത്തിലായത്.
അല്ല, കുട്ടിയെവിടെ? മാഡം, കുട്ടിയെ ഞങ്ങൾക്ക് അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല. ഇത് പറയാനാണോ ചോദിച്ച പണവും തന്ന് നിങ്ങൾ രണ്ടിനെയും ഞാൻ അങ്ങോട്ട് അയച്ചത്? ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കേൾക്കാനും നിൽക്കരുത്. മനസ്സിലായോ? അവന്തിക, ഇത് പബ്ലിക് റോഡാ, ആളുകൾ ശ്രദ്ധിക്കും. കുട്ടി അവിടുന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് നിങ്ങൾ ഉറപ്പ് പറഞ്ഞതല്ലേ, പിന്നെ എന്തു പറ്റി? പോലീസിന്റെ പിടിയിപ്പെടാതെ ഒരു വിധത്തിലാ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടത്. ഞങ്ങൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്താണ്. തന്ത്രപരമായി അവിടുന്ന് രക്ഷപ്പെടാമെന്നും കരുതി. പക്ഷേ അതിനിടയിൽ ആ സ്ത്രീ കയറി വന്ന് എല്ലാം നശിപ്പിച്ചു. ഏത് സ്ത്രീ? മേഡത്തിന്റെ വീട്ടിലെ ആ സ്ത്രീ തന്നെ, അർച്ചന. അവര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി കരഞ്ഞു ബഹളം ഉണ്ടാക്കി. ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങുമായിരുന്നു. അതുകൊണ്ട് ഓർഫനേജ് മാനേജർ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. പോലീസ് എങ്ങാനും വന്നിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഞങ്ങളെ തൂക്കിയെടുത്ത് അകത്താക്കിയേനെ. പിന്നത്തെ കാര്യം അറിയാലോ, പോലീസ് ഞങ്ങളെ കൊണ്ടുപോയി ഇടിച്ച് എല്ലാ സത്യവും പറയിച്ചേനെ. അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ മാഡത്തിന്റെ കാര്യവും കുഴപ്പത്തിലായേനെ. ആ, സോറി. അർച്ചന അവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുന്ന ഞാൻ കരുതിയില്ല. സാരമില്ല, ഇന്നത്തെ അറ്റംപ്റ്റ് പാളിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ പ്ലാനിംഗ് പോലെ തന്നെ നടക്കണം. നാളെ ഇവർക്ക് കുഞ്ഞിനെ എടുത്തു തരാൻ പറ്റും അല്ലേ? ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടന്നിരിക്കണം. ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇനി അവർ കുഞ്ഞിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും. അവിടുന്ന് കുഞ്ഞിനെ മോഷ്ടിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ലീഗൽ ഡോക്യുമെന്റ്സ് കൊടുത്ത് അതിന്റെ നിയമപരമായി തന്നെ കുട്ടിയെ കൊണ്ടുവരണം. കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസ് ക്ലിയറൻസിന്റെ കാര്യം മാത്രം മാഡം നോക്കിയാൽ മതി. ആ, അത് സാരമില്ല. ഞാൻ ACP സഹിറ തങ്ങളോട് സംസാരിക്കാം. അവരത് ക്ലിയർ ചെയ്തോളൂ. ഇനി ഒരു വീഴ്ച സംഭവിക്കരുത്. പണം എത്ര വേണേലും ഞങ്ങൾ തരാം. പക്ഷെ കാര്യം നടന്നിരിക്കണം. മേഡം ടെൻഷൻ ആവണ്ട. ഞങ്ങൾ ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങളല്ല. നാളെ കുഞ്ഞിനെ അവിടുന്ന് എടുത്ത് തന്നിരിക്കും. അതിനൊരു മാറ്റമില്ല. തൽക്കാലം നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ ഒരു പ്ലാനുകളും തെറ്റിപ്പോരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.